ബ്രോ ആ മലയാളിയാണോ? അതെ, മലയാളിയാണ്. ഈ വില്ല ബ്രോയിനാണ്? എന്റെ വില്ല ഒന്നുമല്ല, ഞാൻ വിൽക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. എനിക്ക് ഇതേപോലത്തെ ഒരു വില്ല ഒന്ന് സെറ്റ് ആക്കാനായിട്ട്. എത്രയാണ് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ? എത്ര ബഡ്ജറ്റ്? ഒരു 7-8 മില്യൺ. 7-8 മില്യൺ. ഇതിന് 13 മില്യൺ വരൂടാ. ഒന്ന് അകത്തൊന്ന് കയറി അകത്തൊക്കെ റൂമും ബാത്റൂമും എല്ലാം അതിനകത്തുണ്ട്. പക്ഷെ നിനക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന വേറെ ലെവൽ സാധനമാണ് മോനെ. ബാക്ക് യാർഡും കാര്യങ്ങളൊക്കെ കാണാടാ. ദുബായിൽ വിന്റർ വന്നേക്കല്ലേ, അന്നേരം ഇവിടെ ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അടിപൊളിയല്ലേ? ഇവിടെ നിനക്ക് വേണമെങ്കിൽ പൂള് ഒഴിക്കുകയാണെങ്കിൽ പൂള് ഒഴിക്കുക. അതുപോലെ നിനക്ക് ബാർബിക്യൂ ഏരിയ ഉണ്ട്, സിറ്റിംഗ് ഏരിയ ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ഇതിന്റെ വ്യൂ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന മോനെ. 13 മില്യൺ നിനക്ക് കിട്ടുന്നത് ഇതാണ്ട് ഗോൾഫ് കോഴ്സ് വ്യൂ ആണ്. ഓ, പക്ഷെ നീ എന്താ പറഞ്ഞത്? നിന്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് പറഞ്ഞത്? എൻ്റെ ഒരു 7 മില്യൺ. 7 മില്യന് മോനെ ഇവിടെ ഒന്നും എന്തായാലും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ 7 മില്യന് ഇത് കണക്ക് ഗോൾഫ് കോഴ്സ് വ്യൂ അല്ല, എനിക്ക് ഒരു ലഗൂൺ ഫേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി 4800 സ്ക്വയർ ഫീറ്റിന് എനിക്ക് നിനക്ക് എടുത്തു തരാൻ പറ്റും. 4800 സ്ക്വയർ ഫീറ്റ്. അതുപോലെ നിനക്ക് മന്ത്ലി 1% പേയ്മെന്റ് പ്ലാൻ എടുത്തു തരാൻ പറ്റും. വെറും 1%? വെറും 1%. ഇത് എടുക്കണമെങ്കിൽ 13 മില്യൺ ഒന്നെങ്കിൽ നീ ബാങ്കിൽ പോയി മോർഗേജ് എടുക്കണം, അല്ലെങ്കിൽ നിനക്ക് ഫുൾ കാശ് കൊടുക്കണം. പക്ഷേ എനിക്ക് നിനക്ക് 1% പേയ്മെന്റ് പ്ലാനിൽ, അതുമല്ല ഡയറക്റ്റ് ബീച്ച് ആക്സസ് ഉള്ള ഒരു ലഗൂൺ കമ്മ്യൂണിറ്റിയിൽ ഇത് കണക്കൊരു വില്ല എടുത്തു തരാൻ പറ്റും. ഇതിന് ലോഞ്ച് പ്രൈസ് എത്രയായിരുന്നു? ഇതിന് ലോഞ്ച് പ്രൈസ് അറൗണ്ട് 7 മില്യൺ ആയിരുന്നു മോനെ. എടുത്തവൻ എങ്ങനെ പോയി കഴിഞ്ഞാൽ 5-6 മില്യൺ ഉണ്ടാക്കി അതിനകത്ത്. അതാണ്, വേറെ ഒന്നുമല്ല. നീ ഇപ്പം ഈ ഗോൾഫ് കോഴ്സ് വ്യൂ ഉള്ളവന് മിനിമം ഒരു 5-6 മില്യൺ ഉണ്ടാക്കി. എന്നാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രൈവറ്റ് ബീച്ച് ആക്സസ് ഉള്ളതിന് എത്ര രൂപ നീ ഉണ്ടാക്കുന്നു. സോ എപ്പോഴും നീ ഓഫ്ലൈൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്ക്. വെറുതെ ഇതിനകത്ത് ഇത് കണക്കത്തുള്ള വില്ലയെ കൊണ്ടിടാതെ ഓഫ്ലൈൻ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പോൾ എടുക്കാം.